മുതലെടുക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അത് രാഷ്ട്രീയ പ്രതിയോഗികളെ മാത്രമല്ല ഞാൻ പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ട പണി ചെയ്യണം. അത് ഈ ജാമ്യം മാറ്റിവെക്കാൻ, ജാമ്യം എപ്പം കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ സിസ്റ്റേഴ്സ് മാത്രമാണ്. നിയമം അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. സിസ്റ്റേഴ്സ് മാത്രമാണ്. ചിന്താക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് അവിടെ എത്തുകയും നിങ്ങളുണ്ടാക്കിയതുകൊണ്ട് അല്ലെ സിസ്റ്റേഴ്സ് കുഴപ്പമില്ലാതെ ചെയ്യുമായിരുന്നു. ആ കുഴപ്പമുണ്ടാക്കിയവർ അത് ആരായാലും വേണ്ടില്ല, അവരവിടെ എത്തുകയും ആ ചിന്താക്കുഴപ്പം മാറ്റുകയും ചെയ്യണം. മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ടവർ BJPയുടെ ചിലരോട് വിളിച്ചു പറയുന്നു, അവിടെ മറ്റ് ചില രാഷ്ട്രീയക്കാർ വന്ന് കുഴപ്പമുണ്ടാക്കുകയാണ് എന്ന് അവർ വിളിച്ചു പറയുന്നു. അപ്പോൾ അത് വളരെ വ്യക്തമല്ലേ? ഉത്തരവാദിത്തപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ടവർ, അത്ര ഞാൻ ഇപ്പോൾ പറയുന്നു. അതൊന്നും ഞാൻ പറയാല്ല, ഞാനത് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതെ കോൺഗ്രസ്സുകാർ അവിടെ ഉണ്ടല്ലോ. കോൺഗ്രസ്സുകാർ വ്യക്തത ഞാനിപ്പോ അത്രേ പറയുന്നുള്ളൂ. ഞാൻ അത്രേ പറയുന്നു. നിങ്ങൾ പറയാ, നിങ്ങൾ കണ്ട, നിങ്ങൾക്ക് വേറെ പണി, നിങ്ങൾക്ക് ചില പണിയൊക്കെ ഇല്ലേ? ഞാൻ അത് ആരുടെയെന്ന് അറിയില്ല. അത് ഇവരുടെ വക്കാലത്തില്ലാതെ അവിടെ ജാമ്യം കൊടുത്തതാരാണ്? അത് ആരാ കൊടുത്തതെന്നേ? അതാ ഞാൻ പറഞ്ഞത്. അവിടെ ചിന്താക്കുഴപ്പമാണ്. ഇതിന് ആരെങ്കിലും ഉത്തരവാദിത്തമുള്ളവരുണ്ടെങ്കിൽ അവരവിടെ പോകണം. അവരവിടെ പോവുകയും ആ കൺഫ്യൂഷൻ, ഇവരുണ്ടാക്കിയ കൺഫ്യൂഷൻ, കാരണം ഇന്നലെ ജാമ്യം കിട്ടേണ്ടത് അത് മാറ്റിവെക്കുന്നു. കാരണം ഒരു ദിവസം കൂടെ ബഹളം വെക്കാമല്ലോ, ഒരു സംസ്ഥാനത്തെ കുറ്റം പറയാമല്ലോ, ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ കുറ്റം പറയാം. അവിടുത്തെ രീതി അവിടെയല്ലേ, കേരളത്തിലെ രീതി കേരളത്തിൽ. അപ്പം അതുകൊണ്ട് മാത്രമല്ല, കേരളത്തിലെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായിട്ട് ശ്രമമാണ്. അപ്പൊ അതുകൊണ്ട് അത് ഉത്തരവാദിത്തപ്പെട്ടവർ, അത് അവർക്ക് മനസ്സിലാവും. അല്ല, അവർക്ക് അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ ആരുടെ വേണമെങ്കിലും പേര് ഉപയോഗിച്ചോളൂ, എനിക്ക് വിരോധമില്ല. ഞാൻ പറയുന്നില്ല, നിങ്ങൾ ആരുടെ വേണമെങ്കിലും പേര് ഉപയോഗിച്ചോളുക. ഉത്തരവാദിത്തപ്പെട്ടവര്, അതാണ് ഞാൻ പറഞ്ഞത്, ആരായാലും വേണ്ടില്ല. കൺഫ്യൂഷൻ ഉണ്ടാക്കിയവർ, ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ അത് ജാമ്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞവർ, അങ്ങനെ സിസ്റ്റേഴ്സിനെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയവർ, സിസ്റ്റേഴ്സിനെ ഈ ജാമ്യം കൊടുക്കാൻ സമ്മതിക്കാതിരുന്നവർ ആരും അവിടെ ഇല്ല. അത് ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കുക. അവർ സ്വയം ചോദിക്കട്ടെ. അവർ യേശുക്രിസ്തുവിനോട് ചോദിക്കട്ടെ, കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിക്കട്ടെ. നന്ദി, നമസ്കാരം. യെസ്, കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിൽ ചില ആശയക്കുഴപ്പങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സിസ്റ്റേഴ്സിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ തന്നെ അവിടെ പോയി ആശയക്കുഴപ്പം മാറ്റട്ടെ എന്ന രീതിയിലാണ് പ്രതികരിച്ചത്. അതിനിടയിൽ ഈ പറയുന്നത് പോലെ ഛത്തീസ്ഗഡ് സർക്കാരിനെ BJP കേരള ഘടകം തള്ളിയ കാര്യങ്ങൾക്കൊന്നും ഒരു രീതിയിലുള്ള മറുപടിയും ഈ ഘട്ടത്തിൽ നൽകിയില്ല. മറിച്ച് മറ്റു പാർട്ടികളെ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളെ വിമർശിക്കുന്ന നിലപാടാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സ്വീകരിച്ചത്. അവിടെ ആശയക്കുഴപ്പമുണ്ടാക്കിയത് ആരാണോ അവർ തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ട് അതിനൊരു വ്യക്തത വരുത്തട്ടെ. ഇന്നലെ ജാമ്യം കിട്ടേണ്ടിരുന്നതാണ്, പക്ഷേ വക്കാലത്ത് കൊടുത്തത് ആരാണ്, അത് ബന്ധപ്പെട്ടവരല്ലേ കൊടുക്കേണ്ടതൊക്കെയുള്ള മറു ചോദ്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നത്. ഇനി എന്താണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സമ്മർദ്ദം നമ്മുടെ കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തും പ്രത്യേകിച്ചും കേരളത്തിലുള്ള മന്ത്രിമാരുടെ ഭാഗത്തും ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. വീണ്ടും